ലോക്സഭയുടെ ആദ്യ സമ്മേളനം ആരംഭിക്കാൻ ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ മൂന്നാം മോദി സർക്കാരിന് മുന്നിലുള്ള ആദ്യ പരീക്ഷയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കർ പദവിക്ക് അവകാശവാദം ഉന്നയിച്ച് TDP രംഗത്തുണ്ട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ തീരുമാനം. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഈ മാസം 24-ന് ആരംഭിക്കാനിരിക്കെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ പദവികൾ സംബന്ധിച്ച് ചർച്ചകൾ സജീവമാണ്. NDAയുടെ സഖ്യകക്ഷികളായ TDPയും JDUവും സ്പീക്കർ സ്ഥാനത്തിന് നേരത്തെ തന്നെ അവകാശവാദമുന്നയിച്ചിരുന്നു. JDU നിലപാട് മയപ്പെടുത്തിയെങ്കിലും TDP സ്പീക്കർ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ നിർണായകമായ സ്പീക്കർ സ്ഥാനം വിട്ടുനൽകാതെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകി സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്താനാണ് BJPയുടെ നീക്കം. ഇക്കാര്യത്തിൽ സമവായമുണ്ടാക്കാൻ ഈ മാസം 23-ന് NDA യോഗം ചേരും. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ TDP സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ പിന്തുണയ്ക്കുമെന്ന് ശിവസേന ഉദ്ധവ് വിഭാഗം നേതാവ് സഞ്ജയ് റാവത്ത് പറഞ്ഞു. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ഇത്തവണ പ്രതിപക്ഷത്തിന് നൽകണമെന്നാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നിലപാട്. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം നൽകിയില്ലെങ്കിൽ സ്പീക്കർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയെ നിർത്താനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കം. ഡെപ്യൂട്ടി സ്പീക്കർ പദവി പ്രതിപക്ഷത്തിന് നൽകുന്നതാണ് കീഴ്വഴക്കം. പ്രതിപക്ഷം ശുഷ്കമായിരുന്ന കഴിഞ്ഞ 2 സഭകളിലും ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. ഈ മാസം 24, 25 തീയതികളിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം 26-നാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കുക. 24 ഡൽഹി.